ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി കഴിഞ്ഞു. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള നിർണയത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം തുടരുന്നത്. ബാക്കി 12 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞു. ഇതിൽ എറണാകുളത്ത് KV തോമസിന് പകരം ഇപ്പോൾ ഹൈബി ഈഡനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കടുത്ത അമർഷം തന്നെയാണ് KV തോമസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനുള്ള ഭയം എന്നത് എറണാകുളത്ത് KV തോമസിന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം BJP-യിലേക്ക് പോകുമോ എന്നത് തന്നെയാണ്. BJP-യിലേക്ക് പോകുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിനെ തള്ളാതെയുള്ള ഒരു മറുപടിയാണ് KV തോമസ് നൽകിയതെന്നതും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് തനിക്ക് സീറ്റില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കോൺഗ്രസിന് തനിക്ക് നൽകാമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ തനിക്ക് അതിയായ ദുഃഖം ഉണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. കൂടാതെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം BJP-യിലേക്ക് പോകുമോ എന്നുള്ള വാദത്തെ തള്ളാതെയുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിന് ഡൽഹിയിൽ പ്രമുഖ നേതാക്കളുമായി വലിയ ബന്ധമാണുള്ളത്. പ്രത്യേകിച്ച് BJP നേതാക്കളുമായി വലിയ ബന്ധമുള്ള ആളാണ് KV തോമസ്. ഈ ഒരു സാഹചര്യത്തിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം BJP-യിലേക്ക് പോയാൽ തന്നെ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും കടുത്ത അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതീവ ദുഃഖിതനാണെന്നുള്ള കാര്യം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി എറണാകുളത്ത് പറഞ്ഞിരുന്നു. എറണാകുളത്ത് തനിക്ക് പകരം ഹൈബി ഈഡനെ പരിഗണിച്ചതിൽ പ്രതിഷേധവും രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. 7 പ്രാവശ്യം ജയിച്ചത് തന്റെ തെറ്റല്ല എന്നാണ് KV തോമസ് പറഞ്ഞത്. ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യമായി ചെയ്ത വ്യക്തിയാണ് താൻ. മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് KV തോമസ് പ്രതികരിച്ചത്. താൻ ഒരു ഗ്രൂപ്പിന്റെയും ആളല്ല എന്നും KV തോമസ് പ്രതികരിച്ചു. മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരും, ജനങ്ങൾക്കൊപ്പം ഇനിയും തുടരുമെന്നും, പക്ഷേ ചെറിയൊരു സൂചന പോലും തരാതിരുന്നത് മോശമായി പോയി എന്നും KV തോമസ് പ്രതികരിച്ചു. പാർട്ടിക്ക് പറയാമായിരുന്നുവെന്നാണ് KV തോമസ് പറഞ്ഞത്. എറണാകുളം സിറ്റിംഗ് MP പ്രൊഫസർ KV തോമസിന് പകരമാണ് ഹൈബി ഈഡൻ MLA-യെ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിച്ചത്. പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. പ്രായമായത് തന്റെ കുറ്റമല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. താൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല എന്നും KV തോമസ് കൊച്ചിയിൽ പറഞ്ഞു. BJP-യിലേക്ക് പോകില്ല, താൻ മികച്ച ഒരു സാമാജികൻ തന്നെയാണെന്നാണ് വിശ്വസിച്ചത്. ചതിയെന്ന് പറയില്ല എങ്കിലും തന്നോട് നീതി കാണിച്ചിട്ടില്ല എന്നാണ് KV തോമസ് പ്രതികരിച്ചത്. പാർട്ടി തീരുമാനത്തിൽ ഞെട്ടലുണ്ടെന്നും KV തോമസ് പറഞ്ഞു. മണ്ഡലത്തിൽ തിരിച്ചടിയാവുമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താനെന്നും പരാതിയില്ലെങ്കിലും അതീവ ദുഃഖം ഈ തീരുമാനത്തിലുണ്ടെന്നും KV തോമസ് പ്രതികരിച്ചു. കുമ്പളങ്ങി എന്നെ കൈവിടില്ല എന്ന ഉറപ്പുണ്ട്, ദൈവം തനിക്ക് നല്ലതേ വരുത്തൂ എന്നും KV തോമസ് പ്രതികരിച്ചിരുന്നു. അതീവ ദുഃഖിതനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം.